അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടീച്ചേഴ്സിനും പിന്നെ എന്താണ് ട്യൂഷൻ ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ഓൺലൈനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ഒരു ദിവസം 4 ഹവർ എന്ന് വെച്ചാൽ 4 മണിക്കൂർ എന്ത് ചെയ്തിരിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ നമുക്ക് മന്ത്ലി 25,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അതല്ല ഫുൾ ടൈം നമുക്ക് എന്താണ് ഇതിനു വേണ്ടി എന്താണ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 75,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു എന്താണ് കണ്ടിന്യൂസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ദിവസം 4 മണിക്കൂറെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും എവിടെ ഇരുന്ന് വേണേലും പഠിപ്പിക്കാം. പിന്നെന്താണ് LKG തൊട്ട് +2 വരെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം ടീച്ചിങ് ജോബിനോട് താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ വേണ്ടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഞാനിന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ വേദതന്തു എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ പേരും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ എന്താണ് ഓൺലൈൻ ട്യൂഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഗൂഗിളിൽ നമ്മൾ പേരടിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. കരിയേഴ്സ്, വൈ ടീച്ചേഴ്സ് വിത്ത് വേദത്തു, ഓൺലൈൻ ട്യൂഷൻ ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഇതിൽ നിന്ന് വൈ ടീച്ചിങ് വിത്ത് വേദ എന്നുള്ള ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ആദ്യത്തെ പറയുന്നത് കുട്ടികളുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ ക്ലാസ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും ആദ്യത്തെ ഒരു ഓപ്ഷനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ടീച്ചിങ്ങിൻ്റെ അല്ല, അപ്പോൾ അത് സെക്കൻഡ് ഓപ്ഷനകത്താണ്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചിങ്ങിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയറിങ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് പ്യുവർ ജോയ് ഓഫ് ഗിവിങ് എന്ന് വെച്ചാൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ നോളജും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതും എനി ടൈം എനിവെയർ, എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അത് വെറുതെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏണിങ്സ് അതിനായിട്ട് അവർ തരുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒക്കെ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ പറയുന്നത് ഏണിങ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. 4 ഹവേഴ്സ് ഒരു ദിവസം നമ്മൾ 4 മണിക്കൂർ വേണം ഇതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 രൂപ മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ദിവസം 4 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, 25,000. അതേസമയം നമ്മളൊരു ഫുൾ ടൈം ഇതിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ മന്ത്ലി നമുക്ക് 75,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടീച്ചറിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഒന്ന് നമ്മളിതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പാഷൻസ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ ജോബിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തത് കൺസിസ്റ്റൻസി അവൈലബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. മിനിമം 3 hours ഓഫ് ഡെയിലി അവൈലബിൾ ഇൻ 4 to 10 PM. അവർ പറയുന്നത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിതിൽ വർക്ക് ചെയ്തിരിക്കണം. സമയം പറഞ്ഞിരിക്കുന്നത് 4 മണി തൊട്ട് 10 മണി വരെ. മനസ്സിലായി, വൈകിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് കണ്ടൻറ്റ്, നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള സബ്ജക്റ്റിലെ കണ്ടൻറ്റിനെ പറ്റി നമുക്കൊരു നോളജ്, ഒരു നോട്ട്സ് പോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്
അപ്ലൈ ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ടീച്ചിങ്ങിന് വേണ്ടുന്ന അപ്ലൈ ചെയ്യുക, ടീച്ചറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണ് ഇനീഷ്യൽ സ്ക്രീനിങ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് അവർ ഹസ്ബൻഡ് വിൽ സ്ക്രീൻ ഇൻ ദ ബെസ്റ്റ് പ്രൊഫൈൽസ് എന്ന് വെച്ചാൽ അവർ നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം ടീച്ചിങ് ഡെമോ, നമ്മളൊരു ഡെമോ ചെയ്ത് കൊടുക്കണം. ടീച്ചിങ്ങിൻ്റെ എന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഡെമോ നമ്മൾ കൊടുക്കണം. ടീച്ചർ ഓൺ ബോർഡിങ് ആൻഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബോർഡിൽ എഴുതുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അവർ ട്രെയിനിങ് ഒക്കെ തരും. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുടെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, CV അങ്ങനത്തെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവർക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മളെ മെയിൽ ത്രൂ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, സീ യു.